ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഡോണറ്റാണ്. നമ്മളെപ്പോഴും ഉണ്ടാക്കാറുള്ളത് ചോക്ലേറ്റും പൗഡർ ഷുഗറൊക്കെ ഇട്ടിട്ടുള്ള ഡോണറ്റ്സ് അല്ലേ. അപ്പം നമ്മളിതൊരു വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട് ഞാനിന്നൊരു ചിക്കൻ ഡോണറ്റാണ് കാണിക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു 1/4 കപ്പ് വാം മിൽക്കിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളം ചൂടുപാൽ വേണം എടുക്കാൻ. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും. ഇളം ചൂടുപാൽ തന്നെ എടുക്കണം. പിന്നെ പ്ലെയിൻ ഫ്ലോർ, മൈദ ഞാൻ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ 2 ടേബിൾ സ്പൂൺ. ഈ ബട്ടർ ഒന്ന് ഈ മൈദയിലേക്ക് ഇട്ടിട്ട് ഒരു പുട്ടിന് പൊടി നനക്കുന്ന പോലെ നമുക്കൊന്ന് നനച്ചെടുക്കാം. ഈ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഒരു പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുഴയ്ക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട്. ആ മുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മിക്സ് കൊണ്ട് നമുക്ക് നനവ് ശരിയായില്ലെങ്കിൽ, ഒരു ചപ്പാത്തി പരുവത്തിലാണ് നമുക്ക് നനച്ചെടുക്കേണ്ടത്. അപ്പം നനവ് ശരിയായില്ലെങ്കിൽ കുറേശ്ശെ പാലൊഴിച്ച് നമുക്കിത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ മസാലയ്ക്ക് വേണ്ടതാണ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കാണ്ട് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. അതല്ല നിങ്ങൾക്ക് വെള്ളം ഇത്തിരി ഒന്ന് കുടഞ്ഞിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചോപ്പറിലിട്ടിട്ടൊന്ന് നന്നായി ഒന്ന് മിൻസ് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് മിൻസ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ട ഒരു സവാള ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, 2 പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ പെപ്പറും ഗരം മസാലയും 1/4 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്, മല്ലിയില കുറച്ച്. അപ്പോൾ നമുക്കിത് മസാല വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അതിലേക്ക് അത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. നമ്മളെപ്പോഴും മധുരമുള്ളതല്ല ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്കിടക്ക് ഇതുപോലെ ചിക്കനൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഡോണറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ വേണ്ടി സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടിയിട്ടൊന്ന് വഴറ്റാം. കുറച്ച് ഉപ്പിട്ട് വഴറ്റാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും. പിന്നെ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇതിൽ ചേർത്താൽ മതി, അധികം ആവണ്ട. അതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റാം. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. മസാല ഒന്ന് റോസ് സ്മെല്ല് പോകുന്നവരൊന്ന് വഴറ്റുക. നമ്മൾ ചോക്ലേറ്റൊക്കെ വെച്ചുണ്ടാക്കുന്ന ഡോണറ്റിൻ്റെ അതേ ഒരു ഡോ തന്നെയാണ് ഇതിനും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് പകരം അതുണ്ടാക്കണമെങ്കിലും ഈ ഡോ വെച്ചിട്ട് ഉണ്ടാക്കാം. ഈ ചിക്കൻ നമുക്ക് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ എരിവൊക്കെ ഇതിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ അളവിനേക്കാൾ നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഞാൻ എടുത്തു വെച്ചാൽ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ്. അത് ഓപ്ഷണലാണ്. അത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കാണിക്കാതിരുന്നത്. ഞാൻ 1/2 ലെമൺ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ കാണിക്കാതിരുന്നതും വേണമെങ്കിൽ ചേർത്താൽ മതി. എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡോ നന്നായി പൊങ്ങി ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് കുഴച്ചാൽ മതി, വല്ലാണ്ട് അമർത്തി ഇങ്ങനെ കുഴക്കണ്ട. ചെറുതായി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം, കുഴയ്ക്കാം. അപ്പോൾ ഈ സെയിം ഡോ വെച്ചിട്ട് തന്നെയാണ് നമുക്കിപ്പോൾ ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റും
പിന്നെ ഷുഗറും സിന്നമൺ പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഡോണറ്റില്ലേ, ആ സെയിം ഡോണറ്റിൻ്റെ ഉണ്ടാക്കുന്ന അതേ മാവ് തന്നെയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ആ മധുരമുള്ളതും ഉണ്ടാക്കാം. ഇപ്പം ഞാൻ എരിവുള്ളതാണ് കാണിക്കുന്നത്, അതിനോടൊപ്പം ഞാൻ മറ്റതും ഒന്ന് ജസ്റ്റ് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. മെയിനായിട്ട് ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇതുപോലെ ഞാൻ അപ്പോൾ നിങ്ങൾക്കിത് വലിയതാക്കി പരത്തിയെടുത്തിട്ട് ചെറുതായി ഇങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ വലുതാക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ ഒരെണ്ണത്തിനുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ചിക്കൻ വെക്കുന്നതാണ്ട് ഇതുപോലെ കനം കുറച്ചിട്ടാണ് പരത്തിയിട്ടുള്ളത്. അതെല്ലാം നമ്മൾ മറ്റേ ചോക്ലേറ്റൊക്കെ വെച്ചിട്ടുള്ള ഡോണറ്റാണ് ഇതിൽ കനത്തിൽ തന്നെ പരത്തിയെടുക്കണം. ഇത് ഇത്തിരി കനം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വലിയൊരു മൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നാലും നമുക്ക് ചിക്കൻ ഫില്ല് ചെയ്തിട്ട് നമുക്ക് അത് ഉള്ളിലേക്ക് അത് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിപ്പത്തിൽ എടുക്കുന്നത്. ഇത് ചുരുട്ടി വരുമ്പോൾ ചെറുതാവും. അതുകൊണ്ടാണ് കുറച്ച് വലിപ്പത്തിലുള്ള മൂടി വെച്ചിട്ട് തന്നെ ചിക്കൻ വെക്കുന്നത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ ഉള്ളിലേക്ക് അരികൊക്കെ നമുക്ക് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കാം, എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഉള്ളിലേക്കാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ നടുവിൽ നമ്മൾ ചിക്കൻ്റെ മസാല വെക്കുന്നില്ല. അതെന്താ വെച്ചാൽ ഇത് നന്നായി ഒന്ന് ആ മാവിലേക്ക് പ്രസ് ചെയ്ത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് ഞാൻ കുറച്ച് കനത്തിൽ പരത്തിയിട്ട് ഇതുപോലെ ആ ചെറിയൊരു മൂടി കാണിച്ചില്ലേ, ആ ഒരു വട്ടത്തിലുള്ള ഒരു ചെറിയ ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് ഷുഗർ പൗഡറും സിന്നമൺ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പൗഡർ മിക്സ് ഇതിൻ്റെ മീതിട്ട് മധുരത്തിലുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇത്തിരി കനത്തിൽ പരത്തി അതിൻ്റെ നടുവിൽ ഇതുപോലെ ചെറിയ ബോട്ടിലിൻ്റെ മൂടി വെച്ച് കട്ട് ചെയ്തിട്ട് ഡോണറ്റിൻ്റെ ഒരു ഇത് കാണിക്കാം. അപ്പോൾ ഈ സെയിം ഡോ വെച്ചിട്ട് തന്നെ നമുക്ക് മധുരമുള്ളതും ഉണ്ടാക്കാം, ഇതുപോലെ ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ളതും ഉണ്ടാക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ മറ്റതും കൂടി ഒന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു ഡോണ്ട് തന്നെ നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ മധുരത്തിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ മധുരത്തിൽ കൊടുക്കാം, വലിയവർക്കൊക്കെ ഇതുപോലെ ഇത്തിരി എരിവിലൊക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ രണ്ടും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റേതും കൂടി ഒന്ന് കാണിച്ചത് കൊണ്ടാണ്. ഇതുപോലെ നമുക്ക് ചിക്കൻ ഡോണറ്റും റെഡിയാക്കി എടുക്കാം. അപ്പോൾ സെയിം ഡോ വെച്ചിട്ട് തന്നെ നമുക്ക് ചോക്ലേറ്റൊക്കെ ഇട്ടിട്ടുള്ള മധുരമുള്ളതും റെഡിയാക്കി എടുക്കാം. അതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മൂടി വെക്കണം. ഒരു തുണിയൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് 10-15 മിനിറ്റ് ഒന്ന് വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലതാണ്. ആദ്യം ഞാൻ പ്ലെയിൻ ഡോണറ്റാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ. പ്ലെയിൻ ഡോണറ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഇതുപോലെ തന്നെ എണ്ണ ചൂടായതിന് ശേഷം ഇടുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത്, അതിൻ്റെ ഉള്ളു വേവാണ്ട് നമുക്ക് പുറം ഭാഗം മാത്രം കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഇത് ഞാനിപ്പോൾ പ്ലെയിൻ ഡോണറ്റിൻ്റെ മീതെ പൗഡർഡ് ഷുഗറും കുറച്ച് പട്ട പൊടിച്ചതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തൂക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഡോണറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്